എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ആലു പറാത്തയുടെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഡിന്നറിനും അതേപോലെ തന്നെ 4 മണി ചായക്കൊപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളെ ലഞ്ച് ബോക്സിലേക്കും നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം. അതിനായി 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 കപ്പ് മൈദയും, ആവശ്യമുള്ള ഉപ്പിടാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. മാവ് എണ്ണയും നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി ചൂടാക്കിയ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളത്തിന് കൈ തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ പൊറോട്ട നല്ല സോഫ്റ്റായിരിക്കും. വെള്ളത്രയും മതി. ഇനി നന്നായി കുഴച്ചെടുക്കാം. കയ്യിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നന്നായി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി മാവായി എടുക്കണം. ഒരു 10 മിനിറ്റ് റെസ്റ്റിനായി വയ്ക്കാം. ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കാം. അതിനായി 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാള അരിഞ്ഞതും കറിവേപ്പില ചെറുതായി മുറിച്ചതും ഇടാം. കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞതും നന്നായി വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ചോക്കുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ കൂടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ ഗരം മസാല. മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇടാം. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. നല്ല കട്ടിയുള്ള മസാലയായിട്ടാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. 2 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. മസാല നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുക്കുമ്പോൾ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ചെറിയ ഉള്ളികളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിലെടുത്ത് പരത്തിയെടുക്കാം. അത്യാവശ്യം തിന്നായി തന്നെ പരത്തിയെടുക്കാം. ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. ചെറുതായൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മസാലയെല്ലാം പുറത്ത് വരും. നല്ല ചൂടായ തവയിലേക്ക് കുറച്ച് എണ്ണ ഇടാം. രണ്ട് സൈഡും നന്നായി മൊരിയിച്ചെടുക്കണം. തിരിച്ചിടാം. ഇതുപോലെ നല്ല ഗോൾഡൻ ആക്കുമ്പോൾ എടുക്കാം. വളരെ ടേസ്റ്റിയായ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഇനി കറിയുടെ ആവശ്യമൊന്നുമില്ല, അത്രയും രുചിയാണ്. നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.